അടിപൊളി. എത്ര നാളായിടാ പപ്പയോടും അമ്മയോട് പറയുന്നു ഇത് വാങ്ങിത്തരാൻ. പക്ഷെ അമ്മ നോ നോ. നിനക്കെന്താടാ, നിന്റെ പാപ്പ അമേരിക്കയിലല്ലേ, പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പപ്പ ഓക്കേടാ, പക്ഷേ അമ്മ സമ്മതിക്കണ്ടേ. അവസാനം ഞാൻ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ഒരു ഗാന്ധി മാർഗം നിരാഹാര സമരം. ഇന്നലെ രാവിലെ മുതൽ രാത്രി 10 മണി വരെ പച്ച വെള്ളം കുടിച്ചിട്ടില്ല. സന്ധി സംഭാഷണത്തിന് ചേച്ചിയും ചേട്ടനും അമ്മയും പല തവണ വന്നു. പക്ഷേ ഞാൻ വിട്ടില്ല. 10 മണിയാകുമ്പോൾ അതാ വയറ് കത്തിയെരിയുന്നു. അതാ മീൻകറിയുടെ മണം. അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് മീൻകറിയും ചോറും വാരി വലിച്ച് തിന്നാലോ എന്ന് പോലെ ആലോചിച്ചതാ. പെട്ടെന്നതാ അമ്മ വരുന്നു, പ്രഖ്യാപിക്കുന്നു, ശരി നിന്റെ ബൈക്ക് നാളെ വാങ്ങിത്തരാം. 10 മണിക്ക് അമ്മ വന്നില്ലായിരുന്നെങ്കിൽ സമരം പൊളിഞ്ഞേനെ. ചില നേതാക്കന്മാരുടെ നിരാഹാര സമരം പോലെ. പക്ഷേ അമ്മയുടെ കണ്ണി നിറയുന്നുണ്ടായിരുന്നടാ. എൻ്റെ പൊന്നേന്നും പറഞ്ഞ് അമ്മക്കൊരു ഉമ്മയും കൊടുത്ത് ഞാൻ അടുക്കളയിലേക്ക് ഓടി. വാ കയറ് വിടാം. പച്ച വിരിച്ച പാടത്തിലൂടെ, ടോപ്പ് റോഡിലൂടെ, ഏഴുമലയുടെ താഴ്വാരങ്ങളിലൂടെ, പിന്നെ ബീച്ചിലേക്ക്. വാ കയറ്. അബി വാ കയറ്. അയ്യോ ഞാനില്ല, ബൈക്കിൽ 3 ആൾ കയറിയാ പോലീസ് പിടിക്കും. എടാ മണ്ട, 52 പേർ കയറുന്ന ബസ്സിൽ 75 പേരെ കയറുന്നേ. അവരെ പോലീസും പിടിക്കുന്നില്ലല്ലോ. നീ വേഗം കയറ്. മാത്രമല്ല സുകുമാരൻ മാഷിന്റെ വീടിന്റെ മുന്നിലേ പോണ്ട്, കണക്കായി. എടാ ക്ലാസ്സിൽ നീ ഒന്നാമനല്ലേ, മാഷ് നിന്നെ ഒന്നും പറയില്ല. നീ വേഗം കയറ്. ചേട്ടാ പാലം കൊണ്ട് പോവാണോ? അല്ലടാ, ഞാൻ നമ്മളെ അമേരിക്കൻ പ്രസിഡന്റ് ഇല്ലേ, അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകുന്നതാ. എന്തേ വരുന്ന? ഏട്ടാ ഈ ബീച്ചിലേക്ക് പോകുന്ന വഴിയേതാ? ഇവന്മാർക്കൊരു പണി കൊടുത്താലോ? ബീച്ചിലേക്കാ? ഇവിടുന്ന് നേരെ 100 മീറ്റർ അങ്ങോട്ട് പോവാം. അവിടുന്ന് ഒരു 200 മീറ്റർ വലത്തോട്ടാണേ. അവിടുന്ന് നേരെ ഒരു 100 മീറ്റർ വലത്തോട്ട് വീണ്ടും വരുവാ. ഇത് നേരെ ഇങ്ങോട്ട് നടന്നാ മതി, അപ്പോ ബീച്ചിലെത്തും. എന്നാ വാ പോവാം. താങ്ക്സ് അങ്കിൾ.
എവിടേക്ക്? അങ്കിൾ പറഞ്ഞ വഴി പോയാൽ ഇവിടെ തന്നെ എത്തും. അങ്കിൾ നമ്മളെ പറ്റിച്ചതാ. നേരെ 100 മീറ്റർ, വലത്തോട്ട് 200 മീറ്റർ, വീണ്ടും വലത്തോട്ട് 100 മീറ്റർ, വീണ്ടും വലത്തോട്ട് 200 മീറ്റർ, പിന്നെ ഇവിടെ തന്നെ എത്തും. അങ്കിള് നമ്മളെ പറ്റിച്ചതാ. എന്റെ കാല് മേ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ. എന്റെ കാല് അമ്മേ. എന്റെ കാല്. കരയാതടാ, ഇതൊക്കെ ഒരു രസല്ലേ. വീട്ടിലേക്ക് വിളിച്ചാലോ? വേണ്ട വേണ്ട. ഹലോ, എന്തു പറ്റി? വീണോ? സാരമില്ല, വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. ഡോണ്ട് വറി. വെയിറ്റ്. ഓ, നിസ്സാരം. വെയിറ്റ് വെയിറ്റ്, ഇപ്പൊ ശരിയാക്കാം, ഇപ്പൊ ശരിയാക്കാം. എന്തു സുഖം, എന്തു സുഖം. ചേട്ടാ, ആ ചെടിയേതാ? വേണ്ട വേണ്ട, മക്കള് പോയിക്കോളൂ, മക്കള് പോയിക്കോളൂ. ചേട്ടാ, അല്പം കൂടി തരുമോ ആ മരുന്ന്? വൈ നോട്ട്? ടേക്ക് ഇറ്റ് ഈസി. ഇതാ പിടിച്ചോളൂ. പിന്നെ ഇനി മുറിവിൽ പുരട്ടേണ്ട, അരമണിക്കൂർ കഴിഞ്ഞ് കഴിച്ചാൽ മതി. പിന്നെ വേണേ എല്ലാവർക്കും കഴിക്കാം. നല്ല മരുന്നാ, വീണാലും വേദനിക്കില്ല. താങ്ക്സ് ചേട്ടാ. ചേട്ടാ, ചേട്ടന്റെ പേരെന്താ? പേരിലെന്തിരിക്കുന്നു, പെരാല് പോലെ വളർന്നവൻ ഞാൻ, പെരാല് പോലെ വളർന്നവൻ, പെരാല് പോലെ. വാ, കയറ്, വിടാം ടോപ്പ് റോഡിലേക്ക്. ഓ, എന്തൊരു കാഴ്ച, എന്തൊരു കാഴ്ച. ചരിത്ര സ്മരണകൾ തുടിക്കുന്ന ഏഴിമലയുടെ ഏറ്റവും ഉയർന്ന സ്ഥലം. മറുഭാഗത്ത് നേവൽ അക്കാദമിയും ബീച്ചും. റിഗേ, ഇവനിതാ നോവൽ എഴുതാൻ തുടങ്ങിയേ. ഈ കാഴ്ച കണ്ടാൽ ഞാനും എഴുതി പോകും. അയ്യോ, എൻ്റെ കാല്, എന്തൊരു വേദന. എൻ്റെ കാല്. സോറിടാ. സോറി, എന്തെളുപ്പം തീർന്നു ഒരു സോറി. റിഗേ, നമുക്ക് ആ ചേട്ടനെ കണ്ട് കുറച്ചുകൂടി മരുന്ന് വാങ്ങാം, അപ്പൊ വേദന പോവും. ഓക്കെ, വാ കയറ്, ചേട്ടനെ കാണാം.
ചേട്ടനെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? ചേട്ടൻ പേര് പോലും പറഞ്ഞില്ലല്ലോ. ആരോട് ചോദിക്കും? മോളെ മോളെ മോളെ, ആ ചേട്ടനെ കണ്ടോ? ആ ചുരുളം മുടിയും ആ താടിയുമുള്ള ആ ചേട്ടനെ. ആ ആൽമരച്ചോട്ടിൽ കാണും. എന്തിനാ ചേട്ടനെ കാണുന്നത്? ചേട്ടൻ നല്ല സ്വീറ്റ്സ് തരും. എന്താ എനിക്ക് വേണോ? പോടാ. വാ മക്കളെ വാ. കമോൺ കമോൺ. സർവമായ ചൂടിൽ നിന്നും തണലേകുന്ന ഈ പേരാലിൻ ചുവട്ടിലേക്ക് സ്വാഗതം. നമുക്ക് പാടാം, കഥ പറയാം, കടങ്കഥ. പുഴയും കായലും തഴുകുന്ന കാറ്റിൽ അപ്പൂപ്പൻ താടി പോലെ പറക്കാം. ചേട്ടാ, വേദനിക്കുന്നു. അല്പം മരുന്ന് തരുമോ? തരാലോ. അതിനല്ലേ ചേട്ടൻ ഇവിടെ കാത്തിരിക്കുന്നത്. വാ പോകാം. നിൽക്കൂ. കാശ് വേണം. പണം പണം. കാശോ? എന്റെ കാശൊന്നുമില്ല. എന്റെ അടുത്തും പൈസ ഇല്ല. എത്ര പൈസയാ വേണ്ടത്? വെറും 1000 രൂപ. 1000മോ? ഇല്ല ഇല്ല. എന്റെ അടുത്തും പൈസ ഇല്ല. ചേട്ടാ, 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 വിട്, ചേട്ടാ, ചേട്ടാ, ഞങ്ങളെ വിട് please ചേട്ടാ. ചേട്ടാ. മതി. താങ്ക്സ്. പേരിലെന്തിരിക്കുന്നു പേരാല് പോലെ വളർന്നവൻ ഞാൻ, പേരാല് പോലെ വളർന്നവൻ ഞാൻ. അതാ ശ്രീകുട്ടൻ ഒരാഴ്ചയായി ക്ലാസ്സിൽ വന്നിട്ട്. ശ്രീകുട്ടാ. സ്റ്റോപ്പ്. ആ താക്കോലെ വിടറാ. താക്കോല് മക്കൾ എവിടെ പോയത്? അതാ ആൽച്ചുവട്ടിലേക്ക്. എന്തിനാ പോയത്? എന്തിനാ പോയത്? അവിടെ ഒരു ചേട്ടനുണ്ട് മരുന്ന് വാങ്ങാൻ വേണ്ടിട്ട്. എന്നിട്ട് മരുന്ന് കിട്ടിയോ? കിട്ടി, കഴിച്ചു. ഇപ്പൊ വേദനയില്ല. നല്ല മരുന്നാ. മക്കളെ, നിങ്ങൾ കഴിച്ചത് മരുന്നല്ല, മയക്കുമരുന്നാണ്. അമ്മേ, മയക്കുമരുന്നോ? മയക്കുമരുന്ന്. അമ്മേ, എടാ, മയക്കുമരുന്നോ? നമ്മൾ കഴിച്ചത് മയക്കുമരുന്നോ? മക്കള് പേടിക്കണ്ട, ഇവിടെ നിൽക്ക്. സാർ, ഞാനാണ് ASI ശ്രീകർ പ്രസാദ്. അവൻ ഇവിടെ ഉണ്ട്. ഉടൻ വണ്ടിയും ആവശ്യമായ ഫോഴ്സുമായി എത്തണം. ഓക്കെ ഓക്കെ സാർ, ഓക്കെ ഓക്കെ. മക്കളെ, നിങ്ങൾ നല്ല കുട്ടികളാണ്, നിഷ്കളങ്കർ. പക്ഷേ നിങ്ങൾ അറിയാതെ വലിയ കെണിയിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള നല്ല കുട്ടികളെ വഴിതെറ്റിക്കുന്ന സമൂഹവിരുദ്ധർ ചുറ്റുപാടുമുണ്ടാകും. സ്നേഹം പ്രകടിപ്പിച്ചും സ്വീറ്റ്സ് തന്നും ബൈക്ക് തന്നും അവർ നിങ്ങളെ പിടികൂടും. തണലായും ചൂടായും കുളിരായും പല മാതിരിയിൽ അവർ നിഴൽ പോലെ പിറകെ വരും. സംഭവിച്ച തെറ്റ് സ്വയം മനസ്സിലാക്കുക. ഞാനൊരു പോലീസ് ഓഫീസറാണ്, ASI ശ്രീകർ പ്രസാദ്. അവനെ ഞങ്ങൾ ഉടൻ പിടികൂടും. സോറി സർ, അറിയാതെ. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര, പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ. തമസിൻ മതിൽ നീക്കി മനസ്സിൽ വരൂ നീ, തരൂപൻ പ്രഭാതം പ്രപഞ്ചം വിളങ്ങാൻ. അനവദ്യമാം വിദ്യ ഇരുൾ നീക്കുമെന്നും. പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, സംഭവിച്ച തെറ്റ് അംഗീകരിക്കുകയും സ്വയം തിരുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലവരാകുന്നത്. ഇവർക്ക് ഒരു തെറ്റുപറ്റി, അത് അവർ മനസ്സിലാക്കി തിരുത്തുവാനും തയ്യാറായിട്ടുണ്ട്.
രക്ഷിതാക്കളെ സമ്മർദ്ദത്തിലാക്കി ബൈക്ക് വാങ്ങിയതും ഹെൽമറ്റും ലൈസൻസും ഇല്ലാതെ ബൈക്ക് ഓടിച്ചതും ലഹരി വസ്തുക്കളുടെ കെണിയൊരുക്കിയ സമൂഹവിരുദ്ധരുടെ വലയിൽപ്പെട്ടതിലുമൊക്കെ ഇവർക്ക് വലിയ പശ്ചാത്താപമുണ്ട്. ഇല്ല, ഇനി ഞങ്ങൾ അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കില്ല. തെറ്റുകളിലേക്ക് പോവില്ല. സമൂഹ വിരുദ്ധരുമായി കൂട്ടിച്ചേരില്ല. നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന മാരകമായ ലഹരി വസ്തുക്കൾ നിങ്ങളാരും ഉപയോഗിക്കരുത്. ഭാവി ലോകം നിങ്ങളുടേതാണ്. അത് ശോഭനമായിരിക്കട്ടെ. ലഹരി വസ്തുക്കൾ ഞങ്ങൾ ഒരിക്കലും ഉപയോഗിക്കില്ല. ഭാവി ലോകം നമ്മുടേതാണ്. അത് ഞങ്ങൾ ശോഭനമാക്കും.